ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡ് വണ്ടികളുടെ കവർ ട്യൂബ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പലരും പുതിയ വണ്ടിയിൽ പോലും ഫോർക്ക് പൈപ്പിന്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉള്ളതായിട്ട് പറയുന്നു. പക്ഷേ അത് ഓയിൽ ലീക്ക് അല്ല, കവർ ട്യൂബും ഫോർക്ക് പൈപ്പും തമ്മിൽ ഉരഞ്ഞ് അപ്പോൾ ഉണ്ടാകുന്ന ഡസ്റ്റ് വെള്ളം വീഴുന്ന സമയത്ത് താഴേക്ക് ഒലിച്ചിറങ്ങുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നതാണ് ലീക്കായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇത് കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ ആകാവുന്ന കാര്യമാണ്. ഫോർക്ക് പൈപ്പിൽ ഓയിലിന്റെ അംശം ഒലിച്ചിറങ്ങിയിട്ടില്ല എങ്കിൽ ഓയിൽ ലീക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇത് ഇൻട്രോയിൽ മാറ്റം വരുത്തിയുള്ള ഒരു റീ അപ്ലോഡിംഗ് വീഡിയോ ആണ്. ഇത് മുമ്പ് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ കവർ ട്യൂബ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വണ്ടിയുടെ ഫോർക്ക് പൈപ്പും കവർ ട്യൂബും തമ്മിൽ ഉരയുന്ന സാഹചര്യം പലതാണ്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന കവർ ട്യൂബും ഫോർക്ക് പൈപ്പും തമ്മിലുള്ള ഗ്യാപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ഇവ തമ്മിലുള്ള ഉരവ് സംഭവിക്കുന്നത്. ചെറിയ പേപ്പർ കഷ്ണമോ കവർ പീസോ ഇതിൻ്റെ ഇടയിലേക്ക് കടത്തി നോക്കിയാൽ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യമേ തന്നെ ഊരി മാറ്റേണ്ടത് ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ 13ന്റെ നെറ്റാണ്. ഇപ്പോൾ ഉള്ള വണ്ടിയിലെല്ലാം തന്നെ 13ന് പകരം 12ന്റെ നെറ്റാണ് വരുന്നത്. കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ടൂൾ 12-13ന്റെ ഒരു റിംഗ് സ്പാനറാണ്. ആദ്യമേ തന്നെ ഈ കാണുന്ന 13ന്റെ നെറ്റ് ലൂസ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഊരി മാറ്റുക. 13ന് പകരം 12ആണ് വരുന്നതെങ്കിൽ 12ന്റെ റിംഗ് സൈഡ് ഉപയോഗിച്ച് ലൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ശകലം ഷേക്ക് ആയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. 13ന്റെ നെറ്റ് ഊരിയെടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ഈ കാണുന്നത് പോലെ ഇളക്കിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലൂസ് ചെയ്യേണ്ടത് 12ന്റെ നെറ്റാണ്. 12ന്റെ റിംഗ് സൈഡ് ഉപയോഗിച്ച് 12ന്റെ നെറ്റ് ലൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഈ നെറ്റ് ലൂസ് ചെയ്യുമ്പോൾ തന്നെ കവർ ട്യൂബ് ഫ്രീ ആവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ചെയിൻ ക്ലീനറിൽ വരുന്ന അടപ്പ് പൊട്ടിച്ചെടുത്ത ഒരു പ്ലാസ്റ്റിക് പീസാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. കവർ ട്യൂബിൻ്റെയും ഫോർക്ക് പൈപ്പിൻ്റെയും ഇടയിലേക്ക് ഈ കാണുന്നത് പോലെ കടത്തി വയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പീസ് ഇതിൻ്റെ ഇടയിൽ ഒടിഞ്ഞിരിക്കാതെ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൂസ് ചെയ്ത 12ന്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 500 വണ്ടികളിൽ കവർ ട്യൂബും ഫോർക്ക് പൈപ്പും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് 500 വണ്ടികളിൽ ഇതുപോലെ കവർ ട്യൂബ് ടച്ചിങ് പ്രോബ്ലം വരുന്നതല്ല. 12ന്റെ നെറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇൻഡിക്കേറ്റർ പഴയതുപോലെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത് പോലെ ഇൻഡിക്കേറ്റർ കയറ്റി വെച്ചതിന് ശേഷം 13ന്റെ നെറ്റ് തിരികെ ഇട്ട് കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. പതിമൂന്നിൻ്റെ നെറ്റ് ഈ കാണുന്നത് പോലെ മാക്സിമം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച പ്ലാസ്റ്റിക് പീസ് ഊരിയെടുക്കാവുന്നതാണ്. ഊരിയെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് പീസ് ഒടിഞ്ഞതിൻ്റെ ഇടയിൽ ഇരിക്കാതെ ശ്രദ്ധിച്ച് മാത്രം ഊരുക. ഗ്യാപ്പ് വന്നോ എന്ന് ഉറപ്പ് വരുത്താൻ ഏതെങ്കിലും കവർ പീസോ പേപ്പർ പീസോ ഇതുപോലെ കയറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. It's caught in the crossfire.